ഡോക്ടർ മേരി ജോർജ് മാഡം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സതീശൻ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത് ജൂൺ 19 ബജറ്റാണ്, സർക്കാർ ജീവനക്കാർക്ക് അതിൽ വിസ്മയം ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ 10 വർഷം സർക്കാർ ജീവനക്കാരോട് കാണിച്ചത് ക്രൂരതയാണ്, അതൊന്നും മറക്കില്ല, അന്യായം ചെയ്തിടത്തൊക്കെ ഈ സർക്കാർ ന്യായം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഇനിയും വിസ്മയം വേണോ? സർക്കാർ ജീവനക്കാർക്ക് ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. കാരണം ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ മതി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് 2021, അതായത് 11ാം ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക, അതുപോലെ അതിനുശേഷം ഉണ്ടായ DA വർധനവിന്റെ തുക, ഇതൊന്നും ഇതുവരെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ല, പെൻഷൻകാർക്കും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഈ ബജറ്റിനകത്ത് ആ തുക കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും എന്നായിരിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സർക്കാർ ജീവനക്കാർക്ക് ഒരു അത്ഭുതം തന്നെയായിരിക്കും. കാരണം ആ ഒരു 5 വർഷം, അതായത് ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷം അടുത്ത ശമ്പള കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ടും 11ാം ശമ്പള കമ്മീഷന്റെ ശമ്പള വർധനവിന്റെ കുടിശ്ശിക കിട്ടിയില്ല എന്ന് പറയുന്ന ആ വൻ നഷ്ടം, അതായത് എന്ന് വെച്ചാൽ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ ആക്കുന്നതിന് തുല്യമായി ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി അദ്ദേഹം ഒരു പുതിയ ഇപ്പോൾ ഓൾറെഡി നമ്മൾ 12ാം ശമ്പള കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ ഗവൺമെന്റ്. അത് ഈ UDF ഗവൺമെന്റ് ആ ശമ്പള കമ്മീഷനെ പിരിച്ചു വിട്ടില്ലെങ്കിൽ ആ ശമ്പള കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. 12ാം ശമ്പള വർധനവ്, ശമ്പള പരിഷ്കരണം 2025-26 കാലഘട്ടത്തിൽ തൊട്ട് എന്ന രീതിയിൽ നടപ്പാക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം 10 വർഷത്തിലൊരിക്കലാക്കി ശമ്പള പരിഷ്കരണം മാറ്റണം എന്നതാണ്. എന്തുകൊണ്ട് 10 വർഷം? 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. അതാണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന രീതി, കേന്ദ്രവും. പിന്നെ എന്താ കേരളത്തിന് മാത്രം ഇത്ര വ്യത്യാസം കിടക്കുന്നത്? ഈ അല്ല 5 വർഷവും ശമ്പളം പരിഷ്കരിക്കണമെന്ന്. എന്നിട്ട് അതുകൊണ്ടല്ലേ കേരളം തന്നെ കടുത്ത ധനപ്രതിസന്ധിയിൽ കിടക്കുന്നത്? ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് തല ഊരണമെങ്കിൽ, സംസ്ഥാനത്തിന് നിവർന്നു നിൽക്കാൻ കഴിയണമെങ്കിൽ സംസ്ഥാനം ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ധനപ്രതിസന്ധി വരാതെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളും 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന തത്വം അംഗീകരിച്ചത്. അപ്പം കേരളത്തിലും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? എന്താണ് അതിൻ്റെ പ്രത്യേകത? 10 വർഷത്തിലൊരിക്കലാക്കുകയാണെങ്കിൽ, 10 വർഷത്തിലൊരിക്കലാക്കുകയാണ് ശമ്പള പരിഷ്കരണമെങ്കിൽ, ശമ്പള പരിഷ്കരണം നടത്തുന്ന ആ വർഷം കുറേ കുടിശ്ശികയൊക്കെ ഉണ്ടാകും. ആ കുടിശ്ശിക 1, 2, 3, 4 എന്ന രീതിയിൽ കൊടുത്തു തീർക്കും. വർഷങ്ങളിൽ കൊടുത്തു തീർത്ത് ഒരു 5ാമത്തെ വർഷം 6ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 15ാം ധനകാര്യ 11ാം ധനകാര്യ ശമ്പള കമ്മീഷന്റെ കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതായത് ഇപ്പൊ 5ാമത്തെ വർഷമാണ്. അപ്പൊ ഈ വർഷം ഒക്കെ ആകുമ്പോഴത്തേക്കും, ഈ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും സർക്കാരിന് ആ കുടിശ്ശിക തന്നു തീർക്കാൻ പറ്റും. അങ്ങനെ തന്നു തീർത്തു കഴിഞ്ഞാൽ അടുത്ത 2-3 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഖജനാവിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ നോക്കും. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അഥവാ FRBM ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നത് 5 വർഷം കൊണ്ട് റവന്യൂ കമ്മി ഇല്ലാതെയാക്കണം. അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിൽ വിടവുണ്ടാകരുത് എന്നാണ്. 2003 മുതൽ ഈ ശ്രമം നടത്തിയിട്ട് ഇപ്പോഴും നമ്മുടെ റവന്യൂ കമ്മി ഇല്ലാതെയാക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിൽ ഇപ്പോഴും വിടവുണ്ട്. റവന്യൂ ചെലവ് കൂടുതലും റവന്യൂ വരുമാനം കുറവും എന്നാണ്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ റവന്യൂ കമ്മി ഒന്ന് 0 ആക്കാൻ പറ്റുക? അത് 0 ആക്കാനുള്ള മാർഗമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുമ്പോൾ
ശമ്പള പരിഷ്കരണം നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 4-5 വർഷങ്ങളിൽ റവന്യൂ ചെലവ് കൂടി നിൽക്കും. അങ്ങനെ റവന്യൂ ചെലവ് കൂടി നിൽക്കുമ്പോൾ റവന്യൂ കമ്മി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിലുള്ള വിടവില്ലാതെ 0 ആകും. അങ്ങനെ ആയിക്കഴിഞ്ഞ് പതുക്കെ സമ്പദ്ഘടന മെച്ചപ്പെട്ട് നമ്മുടെ റവന്യൂ വരുമാനത്തിൽ മിച്ചമുണ്ടാവുക, ആ മിച്ചം നമുക്ക് മൂലധന ചെലവിന് വേണ്ടി കൂടിയെടുക്കുക, ആ തരത്തിലേക്ക് സമ്പദ്ഘടന മാറി കഴിയുമ്പോഴേക്ക് 10 വർഷമാകും. അപ്പോൾ വീണ്ടും ശമ്പള പരിഷ്കരണം നടത്തുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും സമ്പദ്ഘടന ഒരു ശക്തമായ നിലവാരത്തിലെത്തും. പിന്നെ നമുക്ക് കിഫ്ബി പോലെയുള്ള ആൾമാറാട്ടക്കാരെ ഒന്നും ആവശ്യമില്ല വികസനത്തിന് വേണ്ടി. അങ്ങനെ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിലേക്ക് സമ്പദ്ഘടനയെ കൊണ്ടെത്തിക്കുക. അതിനാണ് ഈ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണം എന്നാവശ്യപ്പെടുന്നത്. ശമ്പള പരിഷ്കരണം 5 വർഷം മുൻപ് നടത്തി ഇതുവരെ കുടിശ്ശിക കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ, അന്ന് ആ കുടിശ്ശിക നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ബാങ്കിലിട്ടാൽ തന്നെ കിട്ടുമായിരുന്നു. പലിശ വരെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പണം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലം. അതൊന്നും പറ്റിയില്ല. അപ്പൊ ശമ്പള പരിഷ്കരണം നടത്തി 5, 6, 7 വർഷം കഴിഞ്ഞ് അതിൻ്റെ കുടിശ്ശിക കിട്ടുക എന്ന് പറയുന്നതിനേക്കാൾ ഭേദമല്ലേ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുക? ഖജനാവിനെയും സംരക്ഷിക്കാം, സംസ്ഥാന ധന ക്രമീകരണങ്ങളെയും ക്രമീകരിക്കാം. അങ്ങനെ സമ്പദ്ഘടനയ്ക്ക് നല്ല ഒരു കുതിച്ചു ചാട്ടത്തിനുള്ള ഒരു സാധ്യതയും ഒരുക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ മനസ്സിലാക്കേണ്ടതാണ്. സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ജീവനക്കാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ പിരിക്കുന്ന നികുതിയേതര വരുമാനം ഈ പറയപ്പെട്ടതെല്ലാം സർക്കാർ ജീവനക്കാർക്ക് പങ്കിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കാനാണ്. ആ കൂട്ടത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാരെയും ചേർത്ത് പിടിക്കണം. ആ ചേർത്ത് പിടിക്കൽ പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്ന ചൊല്ല് മറക്കാതെ വേണം സർക്കാരാണെങ്കിലും സർക്കാർ ജീവനക്കാരാണെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ. മാഡം, സൗജന്യ KSRTC യാത്ര തന്നെ സർക്കാരിന് വലിയ ബാധ്യതയാകുന്നുണ്ട്. ഇതിന് പുറമെയാണ് മറ്റ് പല പദ്ധതികൾക്കും പണം കണ്ടെത്തുന്നതും. ഖജനാവിൽ പണമില്ല, കടമെടുത്താണ് ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. ഈ അവസ്ഥയിൽ ഇനിയും സർക്കാർ ജീവനക്കാരെ മാത്രം സുഖിപ്പിക്കാൻ പോയാൽ സാധാരണക്കാരന് അത് പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഓർക്കണം, ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഉടനെ ശരിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഇന്ദിരാ ഗ്യാരണ്ടി മുഴുവനും സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആ സാധാരണക്കാരുടെ കൂട്ടത്തിൽ സർക്കാർ ജീവനക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള അക്ഷയഖനിയല്ല ഈ ഇപ്പോൾ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിലുള്ളത്. അതിനകത്തുള്ള അക്ഷയഖനി എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരെ, സ്ത്രീകള്, അവര് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കുടുംബ ആരോഗ്യ പദ്ധതി 25 ലക്ഷത്തിൻ്റെ, അതുപോലെ 5 ലക്ഷം ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ, ഇങ്ങനെ പറയുന്നതൊക്കെ തന്നെ സാധാരണ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ്. അതായത് ക്യാമ്പസുകളിലൊക്കെ ഒരു സംരംഭക എക്കോസിസ്റ്റം വളർത്തിയെടുക്കാനാണ്. ഒരു എന്താ പറയുക, എന്ത് തരത്തിലുള്ള ഒരു നവയുഗ കേരളത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പറയപ്പെട്ട എല്ലാ ക്ഷേമ പദ്ധതികളിലും നമ്മൾ കാണുന്നത്. അവിടെ ഇതുവരെ വിസ്മരിക്കപ്പെട്ടിരുന്നവരെ സ്മരിക്കുന്നു, അവർക്ക് വേണ്ടി ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളെ. പിന്നെ അങ്ങനെ ഓരോന്ന്, പിന്നെ അതുപോലെ വയോജന വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ടുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ബജറ്റിൽ ഇതുവരെ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും തന്നെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. ഇപ്പൊ പെൺകുട്ടികൾക്ക് 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതോ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ അനുവദിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്ന, വലിയ തോതിൽ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് കേരള ഗവൺമെന്റ് ഏതോ ഒരു കൂട്ടരെ സുഖിപ്പിക്കുന്നു, പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലേക്ക് ഇതൊന്നും നയിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ഗുണഭോക്താക്കൾ സാധാരണക്കാർ തന്നെയാണ്. പിന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഈ ഒരു പക്ഷേ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ശമ്പള കമ്മീഷനെ തുടരാൻ അനുവദിക്കുകയും അങ്ങനെ ശമ്പള പരിഷ്കരണം നടത്തുകയും ചെയ്യുമോ? ആ ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അത് നടത്തുന്നുവെങ്കിൽ തന്നെ അത് കഴിഞ്ഞ കാലത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലല്ലാതെ UDF ഗവൺമെന്റ് പുതിയ ഒരു നയത്തിലൂടെയല്ല 5 വർഷ ശമ്പള പരിഷ്കരണം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം ഫോളോ ചെയ്ത ആ നയത്തിന്റെ തുടർച്ച മാത്രമാണ് അവിടെയും. അപ്പോഴും ഈ ഗവൺമെന്റ് ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരെ സുഖിപ്പിക്കുന്നു എന്ന ഒരു കംപ്ലൈന്റ് അവിടെയും വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇതിന്റെ നയപ്രഖ്യാപനത്തിലൂടെ കൊണ്ടുവന്നതൊക്കെ സാധാരണക്കാരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ്. അതായത് ഒരു നവയുഗ കേരളം കെട്ടിപ്പടുക്കുക എന്ന ആശയത്തിന് ഊന്നൽ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ചിലതൊക്കെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അത് മാത്രമാണ് അവിടെ ഒരു അർത്ഥോക്തിയിൽ നിർത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.